ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറസാന്നിധ്യമായിരുന്നു നടി ഉഷ. നായകന്റെ സഹോദര വേഷങ്ങളായിരുന്നു ഉഷയെ കൂടുതലും പ്രേക്ഷകർ കണ്ടിരുന്നത്. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമായി മാറുകയാണ് ഉഷ. ഇപ്പോഴത്തെ തനിക്ക് ജീവിതത്തിൽ സംഭവിച്ച ഒരു തെറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണ് താരം. ഒരു സിനിമ തിരഞ്ഞെടുത്തതിൽ സംഭവിച്ച പിഴവിനെ കുറിച്ചാണ് ഉഷ സംസാരിക്കുന്നത്. പൊന്നരഞ്ഞാണം എന്ന സിനിമയെ കുറിച്ചാണ് ഉഷ വെളിപ്പെടുത്തുന്നത്. ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരം മനസ്സ് തുറന്നത്. താൻ തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നാണ് താരം പറയുന്നത്. ആദ്യ പടം കഴിഞ്ഞപ്പോൾ ശ്രീനിവാസന്റെ വടക്ക് നോക്കി യന്ത്രത്തിലേക്ക് അവസരം വന്നുവെന്നും അത് അനിയത്തി വേഷമായിരുന്നു, എന്നാൽ അല്പം കാത്തിരുന്ന ശേഷം ചെയ്യാമെന്ന് അന്ന് ബാലചന്ദ്രമേനോൻ സാർ പറഞ്ഞുവെന്നും പക്ഷേ ബാപ്പ പറഞ്ഞതനുസരിച്ച് താൻ ആ സിനിമ ചെയ്തുവെന്നാണ് ഉഷ പറയുന്നത്. അതിനുശേഷം തന്നെ തേടി പിന്നീട് വന്നതെല്ലാം സഹോദരിയുടെയും സുഹൃത്തിന്റെയും വേഷങ്ങളായിരുന്നുവെന്നാണ് ഉഷ പറയുന്നത്. എന്നാൽ അതുകൊണ്ടുണ്ടായ നേട്ടമാണ് കിരീടത്തിലെയും ചെങ്കോലിലെയും സഹോദരി വേഷങ്ങളെന്നും ഉഷ പറയുന്നുണ്ട്. പിന്നാലെയാണ് താരം തനിക്ക് നേരിടേണ്ടി വന്ന മോശം അനുഭവം പങ്കുവയ്ക്കുന്നത്. പൊന്നരഞ്ഞാണം എന്ന സിനിമ വലിയൊരു വഞ്ചനയായിരുന്നുവെന്നാണ് ഉഷ പറയുന്നത്. സംവിധായകൻ ബാബു നാരായണന്റെ സിനിമയായിരുന്നു അത്. തിരക്കഥ കല്ലൂർ ഡെന്നിസ് ആയിരുന്നു. 2 സ്ത്രീകളുടെ കഥയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് താൻ ആ സിനിമയിൽ അഭിനയിക്കുന്നതെന്നും പറഞ്ഞ രീതിയിലല്ല സിനിമ പോകുന്നതെന്ന് തോന്നിയപ്പോൾ തിരിച്ചു പോന്നുവെന്നും പക്ഷേ ഡെന്നിസ് സാർ വന്ന് സംസാരിച്ചു, എന്നിട്ടും ക്ലൈമാക്സിന് അഭിനയിക്കാതെ താൻ പോന്നുവെന്നാണ് ഉഷ പറയുന്നത്. നടൻ മഹേഷും താനും ഒരു മരത്തിനടിയിൽ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന സീനായിരുന്നു. ക്യാമറ പാൻ ചെയ്തു പോകുമ്പോൾ ശാരീരിക ബന്ധമുണ്ടായതുപോലെയാണ് തോന്നുകയെന്നും അന്നൊന്നും അന്ന് തനിക്ക് മനസ്സിലായില്ലെന്നും അസോസിയേറ്റ് ഡയറക്ടറെ തന്റെ വസ്ത്രം അണിയിച്ച് കിടത്തിയാണ് അത് ഷൂട്ട് ചെയ്തതെന്നാണ് പറഞ്ഞതെന്നും അങ്ങനെ ഒരു ഷോട്ടേ ഉള്ളൂ, പക്ഷേ സെൻസർ ബോർഡിന് മുന്നിലെത്തിയപ്പോൾ A സർട്ടിഫിക്കറ്റ് ആണ് സിനിമയ്ക്ക് നൽകിയതെന്നും ഉഷ പറയുന്നുണ്ട്. ലെസ്ബിയൻ കഥയാണെന്നാണ് പറഞ്ഞത്. അക്കാലത്ത് ലെസ്ബിയൻസ് എന്നാൽ എന്താണെന്ന് പോലും അറിയില്ലായിരുന്നുവെന്നും അന്ന് തനിക്ക് പറ്റിയ വലിയൊരു അബദ്ധമായിരുന്നു ആ സിനിമയെന്നും താരം തുറന്നു പറയുന്നുണ്ട്. അതേസമയം ആ സിനിമയിൽ അച്ഛനായി അഭിനയിച്ചത് നടൻ ഇന്നസെന്റ് ആയിരുന്നുവെന്നും മമ്മൂക്കോയ, ഗണേഷ് ഏട്ടൻ, മഹേഷ് ഏട്ടൻ അങ്ങനെ നല്ല ആർട്ടിസ്റ്റുകളാണ് ഉണ്ടായിരുന്നതെന്നും ഉഷ ഓർക്കുന്നുണ്ട്. സിനിമ എടുക്കുമ്പോൾ നമ്മുടെ സീൻ അഭിനയിച്ച് പോരുന്നതല്ലാതെ ബാക്കിയുള്ള സീനുകൾ എന്താണെന്ന് അറിയണമായിരുന്നു എന്നാണ് താരം പറയുന്നത്. എന്നാൽ അതല്ലാതെ മറ്റൊരു മോശം അനുഭവവും സിനിമയിൽ നിന്നുണ്ടായിട്ടില്ലെന്നും ഉഷ പറയുന്നുണ്ട്. ഇന്ന് തന്റെ കാര്യങ്ങൾ കൃത്യമായി തുറന്നു പറയാറുണ്ടെന്നും സംഘടനകളുണ്ട്, ആവശ്യങ്ങൾ അറിയിക്കാറുണ്ടെന്നും താരം പറയുന്നു. അതേസമയം 1984 മോഹൻലാൽ ഫാസിൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ നോക്കത്തെ ദൂരത്ത് കണ്ണും നട്ടി എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ട് അഭിനയ ലോകത്തേക്ക് എത്തിയ താരമാണ് ഉഷ. പിന്നീട് ബാലചന്ദ്രമേനോന്റെ നായികയായി അരങ്ങേറിയെങ്കിലും ഉഷ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് സഹോദരി വേഷങ്ങളിലൂടെയും കൂട്ടുകാരിയുടെ വേഷങ്ങളിലൂടെയുമായിരുന്നു. കിരീടം, ചെങ്കോൽ സിനിമകളിൽ മോഹൻലാലിന്റെ സഹോദരിയായുള്ള ഉഷയുടെ പ്രകടനം എക്കാലത്തും മലയാളികളുടെ മനസ്സിലുണ്ട്. ഹസീന ഹനീഫ് എന്നായിരുന്നു താരത്തിന്റെ യഥാർത്ഥ പേര്. ബാലചന്ദ്രമേനോൻ സിനിമയിൽ നായികയായി അരങ്ങേറുമ്പോൾ അദ്ദേഹം നൽകിയ പേരായിരുന്നു ഉഷ. ഈ അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ ഉഷ തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ ലാലേട്ടന്റെ ഒപ്പം അഭിനയിച്ചതിനെ കുറിച്ചും 8 വർഷത്തിന് ശേഷം സിനിമയിലേക്ക് ഉഷ നടത്തുന്ന മടങ്ങി വരവിനെ കുറിച്ചും സിനിമയിൽ അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ട കഥാപാത്രം ഏതാണെന്നും ഒക്കെ സംസാരിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.